മരണം എന്ന ഒന്ന് ഇല്ലായിരുന്നുവെങ്കിൽ, ഞാൻ വെറുതെ ഒന്ന് ചിന്തിച്ചതാണ്, ദൈവം മനുഷ്യരെ അനന്തമായി ജീവിക്കുന്ന രീതിയിലായിരുന്നു ഇവിടെ ഭൂമിയിൽ സൃഷ്ടിച്ചത് എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന ഒരു ചിന്തയാണ്. നമ്മളിൽ പലരും ചിന്തിച്ച് കാണാം, ദൈവം എന്തിനാണ് ക്രൂരത കാണിച്ചത് മനുഷ്യരോട്? മരണം എന്ന് പറയുന്ന അങ്ങേയറ്റം വേദന, അഥവാ നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആ ഒരു വേർപാട് എന്ന് പറയുന്നത് അത്രയും നമുക്ക് വേദന ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ദൈവം എന്തിനാണ് ആ ക്രൂരത കാണിച്ചത്? മനുഷ്യരെ ഇവിടെ സൃഷ്ടിച്ചിട്ട് മരണം എന്ന് പറയുന്ന ഒന്നിലൂടെ എന്തിനാണ് ദൈവം മനുഷ്യരെ ഇല്ലാതാക്കുന്നത്? ഇതൊരു രസകരമായ തമാശയായ ചിന്തയായിക്കൊണ്ട് എടുത്താൽ മതി. മരണം എന്ന ഒന്ന് ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ആദിമ മനുഷ്യരുണ്ടല്ലോ, ആദ്യമായി ഭൂമിയിൽ ജനിച്ച മനുഷ്യരും ഇപ്പോഴും നമ്മളോടുകൂടി ഇവിടെ ജീവിക്കുന്നുണ്ടാകും. നമുക്കറിയാം മനുഷ്യരെന്ന് പറയുന്നത് വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. നമ്മളുടെ ആ ഒരു ഘട്ടം ആരംഭിക്കുന്നത് പിതാവിൻ്റെ ബീജത്തുള്ളിയിൽ നിന്നാണ്, മാതാവിൻ്റെ അണ്ടത്തിൽ നിന്നാണ്. അങ്ങനെ വ്യത്യസ്ത ഘട്ടങ്ങൾ കടന്നു പോയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇനി അടുത്ത ഘട്ടമുണ്ട്, വാർദ്ധക്യം എന്നൊക്കെ പറയുന്ന അടുത്ത ഘട്ടത്തിലേക്ക് അങ്ങനെ കടക്കുന്നുണ്ട്. അപ്പോൾ ആദിമ മനുഷ്യർ ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഇപ്പോഴും നമ്മളോട് കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ഏതൊരു ഘട്ടത്തിലായിരിക്കും ഇപ്പോഴും ഉണ്ടാകുക? അഥവാ ആദിമ മനുഷ്യർ ഉണ്ടായിട്ട് പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ വർഷങ്ങളായി. അപ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കടന്നുപോയ ആ മനുഷ്യർ ഇപ്പോൾ ഒരു വാർദ്ധക്യ സ്റ്റേജിലാണ് എത്തിയത് എങ്കിൽ ഇനിയും അവരുടെ ജീവിതം അവസാനിച്ചിട്ടല്ലോ, ഇത് അനന്തമാണല്ലോ, അനന്തമായി ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ അവർ ഇപ്പോൾ ഏതൊരു ഘട്ടത്തിലായിരിക്കും? മധ്യവയസ്സിലായിരിക്കോ, വാർദ്ധക്യത്തിലായിരിക്കോ? അതൊരു വല്ലാത്ത തമാശയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ തന്നെ വീണ്ടും ചോദിക്കാം, ദൈവത്തിന് വേണമെങ്കിൽ ഒരു നിശ്ചിത പ്രായം എത്തുന്നതോട് കൂടിയിട്ട് മനുഷ്യരുടെ ആ ഒരു വളർച്ച അവിടെ അവസാനിപ്പിക്കണം, അതിന് അപ്പുറം മനുഷ്യൻ പിന്നെ മുന്നോട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകരുത്, ആ രീതിയിൽ ആക്കാമല്ലോ? തീർച്ചയായിക്കൊണ്ടും ആ രീതിയിലാക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കാം. ഇപ്പോൾ മനുഷ്യരുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് 33 വയസ്സ്. ഞാൻ ഈ 33 വയസ്സ് പറയാൻ കാരണം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു സ്വർഗീയ കാഴ്ചപ്പാടിൽ മനുഷ്യരുടെ പരമാവധി ആ ഒരു പ്രായം എന്ന് പറയുന്നത് 33 വയസ്സാണ്. ഒരു മനുഷ്യന് 33 വയസ്സിന് മുകളിലേക്ക് പോകില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കൊരു 33 വയസ്സ് തന്നെ എടുക്കാം. ഒരു മനുഷ്യൻ ആ 33 വയസ്സ് എത്തുന്നതോട് കൂടിയിട്ട് പിന്നെ അവൻ്റെ ആ ഒരു ശരീരത്തിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. വാർദ്ധക്യമോ ആ ഒരു മധ്യവയസ്കയുടെ ആ ഒരു മധ്യവയസ്കൻ്റെ പ്രയാസങ്ങളോ ഒന്നുമില്ലാത്ത ആ 33 വയസ്സിൻ്റെ യൗവനത്തിലാണ് അവൻ ജീവിച്ചു പോരുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ആദിമ മനുഷ്യരും ഇപ്പോഴും നമ്മളോട് കൂടെയുണ്ട്. അവരുടെ ഒരു പ്രായം എന്ന് പറയുന്നത് 33 വയസ്സാണ്. അതിൻ്റെ മുകളിലേക്ക് അവരുടെ പ്രായം പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ആ യൗവനത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഇണയുടെ പ്രായവും അത് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്, ഇവരുടെ ആ ഒരു പ്രത്യുൽപാദനം ഇപ്പോഴും അതുകൊണ്ട് തന്നെ നടന്നുകൊണ്ടിരിക്കും. കാരണം 33 വയസ്സെന്ന് പറയുന്നത് ഒരു യൗവന പ്രായമാണല്ലോ. ആ യൗവന പ്രായത്തിൽ ആദിമ മനുഷ്യർ ഈ പറയുന്ന ആദിമ കാലഘട്ടത്തിൽ ആ സ്ത്രീ പ്രസവിച്ചു. ആ പ്രസവം ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ട് തുറന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നോക്കുന്ന സമയത്ത് അവരുടെ മക്കൾ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് മക്കൾ ഇപ്പോൾ തന്നെ ആയി കാണും. ആ പുരുഷൻ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് മക്കളുടെ പിതാവ് ആയി കാണും. അപ്പോഴും വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, ദൈവത്തിന് വേണമെങ്കിൽ ഇത്ര മക്കളാകുന്നതോട് കൂടിയിട്ട് ഈ പറയുന്ന പ്രത്യുൽപാദനം അവിടെ വെച്ച് തീരുന്നു, അതിനുശേഷം പിന്നെ അവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല, ആ രീതിയിൽ വേണമെങ്കിൽ ആക്കാമല്ലോ. ഓക്കെ, ശരി, നമുക്കതും ശരിയാണ്. ദൈവത്തിന് വേണമെങ്കിൽ അങ്ങനെയും ആക്കാം. അപ്പോഴും ഒരു പ്രശ്നമുള്ളത്, ഈ പറയുന്ന 33 വയസ്സിൽ നിൽക്കുന്ന യൗവനത്തിൽ നിൽക്കുന്ന ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇപ്പോഴും പണിയെടുക്കുകയാണ്, ജോലി ചെയ്യുകയാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ആദിമ മനുഷ്യർ അന്ന് മുതൽ തുടങ്ങിയ പണിയാണ്, അന്ന് മുതൽ തുടങ്ങിയ ജോലിയാണ്. തൻ്റെ രണ്ടറ്റം മുട്ടിക്കുന്നതിന് വേണ്ടി, തൻ്റെ വയറ് നിറക്കുന്നതിന് വേണ്ടി അദ്ദേഹം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടാകാം, ഇത് എന്ന് തുടങ്ങിയ പണിയാണത്, ഇതിനൊരു അവസാനമില്ലേ, ഇതിങ്ങനെ അനന്തമായി പോവുകയാണല്ലോ. അപ്പോൾ അദ്ദേഹം തന്നെ ഇപ്പോൾ സ്വയം പ്രാകുന്നുണ്ടാവും, ഒരു അവസാനമില്ലേ, രാവിലെ എണീക്കുക, പണിക്ക് പോവുക, തിരിച്ചു വരിക, ഇത് അദ്ദേഹത്തിന് തന്നെ ഒരു ജീവിതത്തോടൊരു വല്ലാത്ത മടുപ്പ് തോന്നിയിട്ടുണ്ടാകും. പക്ഷെ അങ്ങനെ മടുപ്പ് തോന്നിയിട്ട് കാര്യമില്ല. നമ്മൾ ജീവിക്കുന്നത് മരണമില്ലാത്ത അനന്തമായ ഒരു ലോകത്താണ്. അപ്പോൾ അവിടെ ആത്മഹത്യയെ പറ്റി പോലും ചിന്തിക്കാൻ സാധിക്കില്ല. കാരണം മനുഷ്യന് മരണം വന്ന ഒന്ന് അവൻ്റെ പ്രോഗ്രാമിൽ ഇല്ലല്ലോ. അതുപോലെ മറ്റൊരു പ്രശ്നമാണ്, നമ്മൾ ജീവിക്കുന്നത് കാര്യകാരണ ബന്ധങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ലോകത്താണ്. അങ്ങനെ പ്രോഗ്രാം ചെയ്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, മഴ പെയ്യുന്നത് എങ്ങനെയാണെന്നറിയാം. സമുദ്രജലം നീരാവിയായി മുകളിലെത്തി കാർമേഘമായി, അങ്ങനെയാണ് പിന്നീട് മഴ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ കാര്യവും നടക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ഒരു കാരണമില്ലാതെ ഒരു കാര്യം നടക്കില്ല. അങ്ങനെ ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ പിതാവിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ ആ പിതാവിൻ്റെ ബീജത്തിനോ ആ മാതാവിൻ്റെ അണ്ടത്തിനോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ കാരണമായിക്കൊണ്ട് അവിടെ ജനിക്കുന്ന ആ കുട്ടി ഒരു അംഗവൈകല്യമുള്ള ഒരു വൈകല്യത്തോട് കൂടിയിട്ടായിരിക്കും ആ കുട്ടി
ജനിക്കുക. പക്ഷേ ആ വൈകല്യത്തോടു കൂടി ജനിച്ച കുട്ടിയെ സംബന്ധിച്ച് അവൻ ആ വൈകല്യം പേറിക്കൊണ്ടായിരിക്കും അനന്തമായി ഇവിടെ ജീവിക്കേണ്ടി വരിക. അതാ മനുഷ്യനോട് ചെയ്യുന്ന എന്ത് വലിയ ക്രൂരതയായിരിക്കും. ഇനിയിപ്പോൾ യാതൊരു പ്രശ്നമില്ലാതെ ജനിച്ച ഒരു കുട്ടിയാണ് എങ്കിൽ പോലും അവൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടക്ക് ഇത് കാര്യകാരണ ബന്ധങ്ങളിൽ അധിഷ്ഠിതമായ ലോകത്താണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അപകടം സംഭവിക്കുന്ന സമയത്ത് ആ അപകടത്തിൻ്റെ ഫലമായി ഇവൻ്റെ നട്ടലിനോ മറ്റ് അവയവങ്ങൾക്കോ പരിക്ക് പറ്റി, ക്ഷതം പറ്റി അവൻ കിടപ്പിലായി കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു അപകടം മൂലമുള്ള പ്രയാസം പേറിക്കൊണ്ടായിരിക്കും അവൻ അനന്തമായി ജീവിക്കേണ്ടത്. അപ്പോൾ അനന്തമായി ജീവിക്കുന്ന ഒരു ലോകമെന്ന് പറയുന്നത് കാര്യകാരണ ബന്ധങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ലോകത്ത് മനുഷ്യന് അനന്തമായി ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ജീവിക്കുക എന്ന് പറയുന്നത്, ജീവിക്കാൻ വിടുക എന്ന് പറയുന്നത് ഈ പറയുന്ന മനുഷ്യനോട് ചെയ്യുന്ന കൊടും ക്രൂരതയായിരിക്കും. അതുപോലെ മറ്റൊന്നാണ്, ഇവിടെ ജനിക്കുന്ന ഓരോ മനുഷ്യരുടെയും ഒരു രൂപഘടന തീരുമാനിക്കപ്പെടുന്നത് അവൻ്റെ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അവൻ്റെ ജനനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ മനുഷ്യൻ വെളുത്തവനാകണോ കറുത്തവനാകണോ എന്ന് തീരുമാനിക്കുന്നത്, അവൻ സൗന്ദര്യമുള്ളവനാകണോ ഇല്ല സൗന്ദര്യമില്ലാത്തവനാകണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് അവൻ്റെ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അവൻ്റെ ജനനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ജനനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൗന്ദര്യമില്ലാത്തവനായി ജനിച്ച ഒരു മനുഷ്യൻ അനന്തമായി ജീവിക്കേണ്ട ഒരു ലോകത്ത്, ഈ ഭൂമി ഇപ്പോൾ അനന്തമായി ജീവിക്കേണ്ട ലോകത്തേക്കാണല്ലോ അവൻ വന്നിട്ടുള്ളത്. ഈ ലോകത്ത് അവൻ അവൻ്റെ സൗന്ദര്യമില്ലായ്മയെ കൊണ്ട്, അവൻ്റെ ജനനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെട്ട സൗന്ദര്യമില്ലായ്മ കൊണ്ട് അവൻ അനന്തമായി ജീവിക്കുക എന്ന് പറയുന്നത് ഈ മനുഷ്യനോട് ചെയ്യുന്ന അങ്ങേയറ്റത്തെ ക്രൂരതയല്ലേ? ഇപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ സൗന്ദര്യമുള്ളവനായി ജനിച്ചത് ആ കൂട്ടുകാരൻ്റെ ക്വാളിറ്റി അല്ല, ആ കൂട്ടുകാരൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമല്ല, ആ കൂട്ടുകാരൻ്റെ ജനനത്തിൻ്റെ ഫലമാണ്. അപ്പോൾ സൗന്ദര്യമുള്ളവനായി അവൻ്റെ കൂട്ടുകാരൻ അനന്തമായി ജീവിക്കുന്നു, ഇവൻ സൗന്ദര്യമില്ലാത്തവനായി ഇവിടെ അനന്തമായി ജീവിക്കുന്നു. ഇത് രണ്ടും കർമ്മത്തിൻ്റെ ഫലമല്ല, ഇവരുടെ ജനനത്തിൻ്റെ ഫലമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലോകം ഉണ്ടാകുക എന്ന് പറയുന്നതും അതും ഇവരോട് ചെയ്യുന്ന അനീതിയല്ലേ? അതുപോലെ ഇവരുടെ സുഖ സൗഭാഗ്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നതിൻ്റെ മഹാഭൂരിപക്ഷവും കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ജനനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ അംബാനിയുടെ മകൻ സുഖ സൗഭാഗ്യങ്ങളിൽ ജീവിച്ചു പോരുന്നത് അദ്ദേഹത്തിൻ്റെ കർമ്മഫലമായിട്ടല്ല, അദ്ദേഹത്തിൻ്റെ ജനനഫലമായിട്ടാണ്. ഇപ്പോൾ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടി അവൻ ദാരിദ്ര്യം പേറി ജീവിക്കുന്നത് അവൻ്റെ കർമ്മഫലമായിട്ടല്ല, അവൻ്റെ ജനനഫലമായിട്ടാണ്. അപ്പോൾ ജനനഫലമായിക്കൊണ്ട് സുഖ സൗഭാഗ്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ഒരു ലോകത്ത് ഇവർ അനന്തമായി ജീവിപ്പിക്കപ്പെടുക എന്ന് പറയുന്നത്, മരണമില്ലാതെ അനന്തമായി ഇതിങ്ങനെ അനുഭവിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് അത് എന്ത് വലിയ ക്രൂരതയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ജീവിക്കുന്ന ഭൂമിയിൽ മനുഷ്യന് മരണമില്ലാതിരിക്കുക എന്ന് പറയുന്നത് അത് മനുഷ്യരോട് ചെയ്യുന്ന അങ്ങേറ്റത്തെ ക്രൂരതയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണം എന്ന് പറയുന്നത് മനുഷ്യന് നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ് എന്ന ഒരു മറുവശം കൂടി നമ്മൾ അവിടെ വായിച്ചെടുക്കേണ്ടതാണ്. അവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു അനന്തമായ ജീവിതമുണ്ട്, അത് ഇവിടെയല്ല മരണത്തിന് ശേഷമാണ്. ഇവിടെ അനന്തമായ ജീവിതം നിങ്ങൾക്ക് നൽകുകയാണെങ്കിൽ അത് നിങ്ങളോട് ചെയ്യുന്ന ക്രൂരതയായിരിക്കും. മരണത്തിന് ശേഷമാണ് നിങ്ങളുടെ അനന്തമായ ജീവിതമുള്ളത്. ആ ലോകം എന്ന് പറയുന്നത് കാര്യകാരണ ബന്ധങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ലോകമല്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കണ്ട്, നിങ്ങളുടെ കാതുകൾ കൊണ്ട് നിങ്ങൾ കേട്ട്, നിങ്ങളുടെ മനസ്സുകൾ കൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു ലോകമാണ് സ്വർഗം എന്ന് ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് കാര്യകാരണ ബന്ധങ്ങളിൽ അധിഷ്ഠിതമായ അങ്ങനെ പ്രോഗ്രാം ചെയ്യപ്പെട്ട ഒരു ലോകത്ത് നിന്നിട്ടുള്ള കാഴ്ചകൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, അങ്ങനെയുള്ള ശബ്ദങ്ങൾ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ, അങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്ന് മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ. അത്തരം ഒരു ലോകമാണ് സ്വർഗമെങ്കിൽ ആ സ്വർഗവും മനുഷ്യനെ സംബന്ധിച്ച് അതൊരു വല്ലാത്ത നരകമാണ്, വല്ലാത്ത ശിക്ഷയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ലോകം ആയിരിക്കരുതല്ലോ. അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ലോകം തന്നെയാണ് മനുഷ്യന് അനന്തമായി ജീവിക്കുന്നതിന് വേണ്ടി ദൈവം ഒരുക്കി വച്ചിട്ടുള്ളത്. ആ ലോകത്തെ മനുഷ്യരുടെ സുഖ സൗഭാഗ്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്, അവൻ്റെ സൗന്ദര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്, അവൻ്റെ വൈരൂപ്യം തീരുമാനിക്കപ്പെടുന്നത് അവൻ്റെ ജനനഫലമല്ല, അവൻ്റെ ഈ ഭൂമിയിൽ അവനിക്ക് ലഭിച്ച ഈ ഒരു സമയമുണ്ടല്ലോ, ഭൂമിയിൽ ജീവിക്കുന്നതിന് ആവശ്യമായി ലഭിച്ച ആ സമയത്തെ അവൻ്റെ കർമ്മഫലമാണ് അവൻ്റെ അവിടെയുള്ള സൗന്ദര്യത്തെ തീരുമാനിക്കുന്നത്, അവിടെയുള്ള അവൻ്റെ ആ ഒരു സുഖ സൗഭാഗ്യങ്ങളെ തീരുമാനിക്കുന്നത്. അത് തന്നെയല്ലേ നീതി? മനുഷ്യൻ അവൻ്റെ ജനനഫലമായിക്കൊണ്ടല്ലാതെ അവൻ്റെ കർമ്മഫലമായിക്കൊണ്ട് അവൻ്റെ സുഖ സൗഭാഗ്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന, അവൻ്റെ സൗന്ദര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന, അവൻ്റെ രൂപഘടന തീരുമാനിക്കപ്പെടുന്ന ഒരു ലോകം ഉണ്ടാകുക എന്ന് പറയുന്നതാണ് നീതി. ആ ലോകത്ത് മനുഷ്യന് 33 വയസ്സിൽ മുകളിൽ അവൻ്റെ പ്രായം പോകുന്നില്ല, അവൻ അവിടെ അങ്ങനെ അനന്തമായി ജീവിക്കുകയാണ്. അവിടെ അവനിക്ക് മടുപ്പ് തോന്നുന്ന രീതിയിൽ അവനിങ്ങനെ അവൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ അവൻ അവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ടതില്ല എന്നതാണ് മനുഷ്യനോട് ദൈവം ചെയ്യുന്ന ഏറ്റവും വലിയ നീതി. അവിടെ അവന് വിരസത തോന്നുന്നില്ല, ഈ ജീവിതം ഒന്ന് അവസാനിച്ചിരുന്നുവെങ്കിൽ എന്ന് അവന് തോന്നുന്നു.
പോകുന്നില്ല. ഇത് അനന്തമായിക്കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ഒരിക്കലും അവസാനിക്കാത്ത ഒരു ലോകമാണ് അവൻ്റെ മുന്നിൽ ഉള്ളത്. ആ ലോകത്ത് അവനിങ്ങനെ 33 വയസ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രായത്തിൽ, ഏറ്റവും മാക്സിമം പ്രായമാണ് പറഞ്ഞത്. ഇപ്പോൾ ചെറിയ കുട്ടികളാണ് ഇവിടെ മരിക്കുന്നതെങ്കിൽ അവർ അതേ പ്രായത്തിൽ തന്നെയായിരിക്കും സ്വർഗത്തിൽ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷേ ഒരു മനുഷ്യൻ്റെ, നമ്മൾ വാർദ്ധക്യത്തിൽ മരണപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം 33 വയസ്സ് എന്ന് പറയുന്ന ആ ഒരു യൗവനത്തിലായിരിക്കും സ്വർഗത്തിലുണ്ടാകുക. അപ്പോൾ അങ്ങനെ ഒരു ലോകമാണ് മനുഷ്യന് വേണ്ടി അനന്തമായി ജീവിക്കുന്നതിന് വേണ്ടി നമ്മുടെ സൃഷ്ടാവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. അതാണ് ആ സൃഷ്ടാവ് മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതി. അതുകൊണ്ടാണ് ആ സൃഷ്ടാവിനെ നമ്മൾ വിളിക്കുന്നത്. ആ സൃഷ്ടാവ് എത്ര പരിശുദ്ധനാണ്, എത്ര മഹത്വത്തിനുடைய ഉടമയാണ് എന്ന് നമ്മൾ ആ സൃഷ്ടാവിനെ വിളിക്കുന്നത്. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. തീർച്ചയായും സ്വർഗവാസികൾ അന്ന് ഓരോ ജോലിയിലായിക്കൊണ്ട് സുഖമനുഭവിക്കുന്നവരായിരിക്കും. ഹും വഅസ്വാജുഹും ഫീ സിലാലിൻ അലൽ അറായികി മുത്തകിഊൻ. അവരും അവരുടെ ഇണകളും തണലുകളിൽ അലങ്കൃതമായ കട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും. ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. അവർക്കവിടെ പഴവർഗ്ഗങ്ങളുണ്ട്, അവർക്ക് തങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാമുണ്ട്. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സമാധാനം, അതായിരിക്കും കരുണാനിധിയായ രക്ഷിതാവിങ്കൽ നിന്ന് അവർക്കുള്ള അഭിവാദ്യം.